കഴിഞ്ഞ വർഷം പി.വി. അൻവർ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കിയ ലഹളകൾ ചെറുതൊന്നുമായിരുന്നില്ല. പി.വി. അൻവർ നടത്തിയ പോരാട്ടം, ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയ ഒന്നായിരുന്നു. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത് ADGP M.R. അജിത് കുമാറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുമായിരുന്നു. ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. പി ശശിക്ക് പല കേസുകളിലുമുള്ള പങ്ക് അന്വേഷിക്കണം. ഇപ്പോൾ ADGP ആയിരിക്കുന്ന M.R. അജിത് കുമാർ മാത്രം എടുക്കുന്ന തീരുമാനമായിരുന്നില്ല ഇത് പലതും. പി ശശിക്കും ഇതിലെല്ലാം പങ്കുണ്ട് എന്നുമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുമ്പോൾ പിണറായി സർക്കാരായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. പിണറായിയെ ഒരുപാട് ന്യായീകരിക്കാൻ പി.വി. അൻവർ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം അത് ഗൗനിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ആരോപണമായി മുന്നോട്ട് വരുമ്പോൾ UDF സർക്കാരാണ് അധികാരത്തിലുള്ളത്. VD സതീശനാണ് മുഖ്യമന്ത്രി. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിക്കെതിരെ ഒരു അന്വേഷണത്തിനുള്ള സാധ്യത തുറക്കുകയല്ലേ? അതായത് രാജാവിനേക്കാൾ കൂടുതൽ രാജഭക്തി പാടിക്കൊണ്ടിരുന്ന പി.വി. അൻവർ, കൂടാതെ സീനിയർ ബ്യൂറോക്രാറ്റായ പി ശശി, പിന്നെ പോലീസിന്റെ തലപ്പത്തെ രണ്ടാമൻ ADGP M.R. അജിത് കുമാർ. ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അൻവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇവർ രണ്ടുപേരെയാണ്. അതായത് ഇവർ രണ്ടുപേരുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്ന് നിയന്ത്രിച്ചിരുന്നത്. പല സുപ്രധാന തീരുമാനങ്ങളും മുന്നോട്ട് എടുത്തിരുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ഒരു ചർച്ചയിലാണ്. അങ്ങനെയാണ് ഈ ഒരു മുഖ്യമന്ത്രിയുടെ പല തീരുമാനങ്ങളും ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആകാൻ കാരണം എന്നാണ് അൻവർ പറയുന്നത്. ഇപ്പോൾ അവസാനം അൻവർ പറഞ്ഞ എന്താ, M.R. അജിത് കുമാർ ഏറ്റവും ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്. അതായത് സ്റ്റേറ്റ് പോലീസിലെ തലമുതിർന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, രണ്ടാമനാണ്. അതുപോലുള്ള ഒരു പോലീസ് ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ വരണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഡെപ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം അത്രത്തോളം വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ADGP M.R. അജിത് കുമാർ എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ നമ്മൾ കേട്ടുവരുന്ന കുറെ വിവാദങ്ങളുണ്ട്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കേസുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പി.വി. അൻവർ ആദ്യം പുറത്തു കൊണ്ടുവന്ന ഒരു സംഭവം, സ്വത്ത് സമ്പാദന കേസ്, അതുപോലെ തന്നെ മരം മുറിച്ച് കടത്തിയ കേസ്, അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ആലപ്പുഴയിൽ ഉണ്ടായ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ആ കേസ് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള വിവാദം അടക്കം അദ്ദേഹത്തിനെതിരെ വലിയ വലിയ വിവാദങ്ങളുണ്ട്. പക്ഷെ സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു മാറ്റം ഉണ്ടാകാം എന്നുള്ള പ്രതീക്ഷയിലാണ് എനിക്ക് തോന്നുന്നു പി.വി. അൻവർ വീണ്ടും വിവാദവുമായി മുന്നോട്ട് വരുന്നത്. അതായത് നമ്മുടെ ഈ പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കേസിന് ശേഷം മുഖ്യമന്ത്രിയുമായി വേദി പങ്കിട്ടിരുന്നു ഈ അജിത് കുമാർ. അപ്പോൾ അതിനു മുമ്പ് വരെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിട്ട് ക്ലോസ് ആയിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതായത് മുഖ്യമന്ത്രിയുടെ ഒരു ലെഫ്റ്റനന്റ് വേണമെങ്കിൽ പറയാം, DGPയേക്കാൾ ഏറ്റവും കൂടുതൽ ആത്മബന്ധം ഇദ്ദേഹത്തിനാണെന്ന് പലരും പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട് ആ സർക്കാരിന് ഒരു കളങ്കമുണ്ടായപ്പോൾ ഇദ്ദേഹത്തെ ഒരു പരമാവധി ഒഴിവാക്കി നിർത്തിയിരുന്നു. അത് മറ്റൊരു സംഭവത്തിന് ശേഷം ഇതെല്ലാം ജനങ്ങൾ മറന്നു കഴിഞ്ഞു. അപ്പോൾ പതുക്കെ അവരുമായിട്ടുള്ള ഒരു ആ ബന്ധം തിരിച്ചാ കണക്ഷൻ കിട്ടി. അതുകൊണ്ടാണ് ഇതിനെതിരെ ഈ ഒരു പൂരങ്കലക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം വന്നിട്ട് അദ്ദേഹത്തിന് അതൊരു നടപടി ഉണ്ടാകാതെ പോയത്. അവധി എടുത്ത് മാറിപ്പോവാൻ പറഞ്ഞിട്ടും അദ്ദേഹം സർവീസിൽ തന്നെ ഉണ്ടായിരുന്നു. ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല, ഗൗനിച്ചിട്ടില്ല. പക്ഷെ എത്ര നാളാന്ന് വെച്ച് ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും. അതായത് M.R. അജിത് കുമാറിനെതിരെ ഇപ്പോൾ അവസാനമായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ ഗൺമാന്മാരുടെ ആ ഒരു മർദ്ദനത്തില് വീഡിയോ ദൃശ്യങ്ങൾ കിട്ടിയില്ല. ഏത് പകൽ വെളിച്ചം പോലെ ചാനലിൽ പ്രസിദ്ധീകരിച്ചിരുന്ന വീഡിയോ വിഷ്വൽസ് കിട്ടിയിട്ടില്ല എന്ന് FIR എഴുതാൻ പറഞ്ഞു. അതും ഒരു അഡീഷണൽ DGP. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഹോൾഡ് എന്തോ മാത്രം ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാമല്ലോ. അതെ, ഈ 24/7 എല്ലാ മെയിൻ സ്ട്രീം മീഡിയയിൽ ഇത് ഈ കറങ്ങുന്നുണ്ട്, അത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം, ലോക്കൽ ചാനലുകൾ അടക്കം ഇതെല്ലാം റീലുകളായിട്ട് ഷെയർ ചെയ്യുന്നു. ഈ വീഡിയോ ഉണ്ടോ എന്ന് പൊതുജനത്തോട് ചോദിച്ചാൽ ഈ പൊതുജനത്തിൽ 95% ആൾക്കാരുടെയും ഗാലറികളിൽ ഈ പറഞ്ഞ മർദ്ദന വീഡിയോകളുണ്ട്. ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പിലെ ലൈവായിട്ട്. അതൊന്നും കിട്ടാതെ ഇത്ര കഴങ്ങന്മാരാണോ പോലീസ് എന്ന് പൊതുജനങ്ങൾ വിചാരിച്ചു പോയില്ലേ? ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയുന്ന ഒരു സർക്കാർ ഈ പറഞ്ഞ പിടിച്ചു വെച്ചിരുന്ന ഒരു പോലീസുമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാകുമായിരിക്കും. ഇപ്പോൾ പി.വി. അൻവർ ഏറ്റവും പുതിയതായി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ADGPയുടെ ഓഫീസിൽ SIമാർ കീഴ് ജീവനക്കാരെ കൂടുതലായി സമ്മർദ്ദം ചെലുത്തുമായിരുന്നു. അവരെ പല കേസുകളിലും മാറ്റാനും FIRൽ തിരുത്തലുകൾ
ലഹളകൾ ഉണ്ടാക്കാനും. അപ്പോൾ ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ ഒരു കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്ത് വിശ്വാസത്തിലാണ് പോലീസിനെ സമീപിക്കുക? അവർക്ക് ഫേവറിസം ഉള്ള, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക് അവർ കേസ് തിരിച്ചുവിടുകയും അവരുടെ സൈഡിൽ നിന്ന് കേസ് അന്വേഷിക്കില്ല എന്നുള്ള സ്വാഭാവികമായ സംശയം നമുക്ക് ഉണ്ടാകും. ഇപ്പോൾ എം.ആർ. അജിത് കുമാറിന് പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ട്രാക്ടർ വിവാദത്തിൽ കണ്ടിരുന്നു. ശബരിമലയിലെ ട്രാക്ടറിൽ കയറി അദ്ദേഹം സുഖമായി പോകുന്ന വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഉണ്ടായോ ഇടവേളകളിൽ ഒരു കൃത്യമായ 2-3 മാസത്തെ ഇടവേളകളിൽ ഓരോ വിവാദങ്ങൾ പുറത്തു വരികയാണ്. എത്രത്തോളം കാര്യങ്ങൾ അറിയാതെ പോകുന്നുണ്ടാകും. ഈ സർവീസിനുള്ളിൽ ആൾക്കാർക്ക് മാത്രം, സർവീസിലുള്ള ആൾക്കാർക്ക് മാത്രം അറിയുന്ന എത്രയോ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. അതെ, ഇപ്പോ സ്ഥിരമായിട്ട് വള്ളി പിടിക്കുന്ന ഒരു കൂട്ടുകാരനോട് നമ്മൾ ചോദിക്കില്ലേ, ഒരു മയത്തിലൊക്കെ പിടിയടയത് എന്ന് പറഞ്ഞ പോലെയാണ് ഇദ്ദേഹത്തെ ഒരു 6 മാസം കൂടുമ്പോൾ ഒരു സർവീസിൽ ഒരു ബ്ലാക്ക് മാർക്ക് ആവുന്ന രീതിയിലുള്ള എല്ലാവിധ അഴിമതിയും അദ്ദേഹം ചെയ്തു. പക്ഷെ അദ്ദേഹത്തിനെ ഊരിയെടുക്കാനോ അല്ലെങ്കിൽ സംരക്ഷിക്കാനോ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ്. അതെ, അത്രയും പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ വേറെ ഏതൊരു പോലീസുകാരനാണ്, വേറെ ഏതൊരു ഹയർ ഒഫീഷ്യലിനാണ് ഇത്തരത്തിലുള്ള പ്രിവിലേജ് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നുണ്ട്, വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ പോലും സംരക്ഷണം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ശശിയുടെ പ്രിവിലേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അദ്ദേഹം ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം തെളിവുകളോടെ പുറത്തു വന്നിട്ട് പോലുമില്ല. ഈ പറഞ്ഞ PV അൻവർ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടത്തിന്റെ ഭാഗമായി അദ്ദേഹം എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടെന്നല്ലാതെ എന്താണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് ആർക്കും അറിയാത്ത കാര്യമാണ്. അത്രത്തോളം പ്രിവിലേജ്ഡ് ആയ, അത്രത്തോളം പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹവും. ഇപ്പോ നമ്മള് കരുതുകയാണ്, അതായത് PV അൻവറിന്റെ ആരോപണത്തിൽ ഒരു ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഒരു അന്വേഷണം ഈ P ശശിയിലേക്ക് പോവുകയാണെങ്കിൽ എന്തുമാത്രം ഒളിപ്പിച്ചു വെച്ച സത്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് PV അൻവറിന്റെ ഏറ്റവും പുതിയ പോരാട്ടത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഉറപ്പായും അടുത്ത ദിവസങ്ങളിൽ ഒരു അന്വേഷണത്തിന്റെ തുടക്കമിടാൻ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടും. പോലീസിന് നിർദ്ദേശം കൊടുക്കും, അതിന്റെ പിന്നിൽ അന്വേഷണം നടക്കും. ഇപ്പോൾ ഈ M.R. അജിത് കുമാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ അമർഷമുണ്ട് അദ്ദേഹത്തിനെതിരെ. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ, അദ്ദേഹം പലരെയും ക്രൂശിക്കുന്നത്, അദ്ദേഹത്തെ പലരെയും ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത്, അതും ഈ പൊളിറ്റിക്കൽ ബയസിന്റെ പേരിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സാധാരണക്കാരന്റെ ജീവിതം നശിപ്പിക്കാൻ ഒരു പോലീസ് റൈറ്റർക്ക് മതി, ഒരു റൈറ്റർക്ക് സാധിക്കും. അപ്പോ ഈ CPM-നോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വ്യക്തിവൈരാഗ്യമുള്ള ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ഇദ്ദേഹത്തിന് എന്ത് സമയം വേണ്ടി വരും? പോരാതെ പൂർണ്ണ സമ്മതത്തോടെ ഒരു മുഖ്യമന്ത്രി ആ ഒരു സമയത്ത് ഒരു 10 വർഷം കൂടെ ഉണ്ടായിരുന്നു. എത്ര പേരുടെ ജീവിതം അദ്ദേഹം നശിപ്പിച്ചിട്ടുണ്ടാവും? അദ്ദേഹത്തിന് നേരിട്ടിടപെടാം, അദ്ദേഹത്തിന് SI-മാരിൽ സമ്മർദ്ദം ചെലുത്താം. അതുപോലെ തന്നെ ഓഫീസിലുള്ള ഒരു നോർമൽ സ്റ്റാഫിന്റെ ഇടയിൽ പോലും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഒരു കേസ് ഡയറിയിൽ തന്നെ വരുത്താം. അത് തന്നെയാണ് അദ്ദേഹം ഇത്രയും കാലമായി ചെയ്തുകൊണ്ടിരുന്നത്.